ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തില് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഡിബേറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. CPM-ന്റെ പല നേതാക്കൾ, അതായത് CPM-ന്റെ പാർലമെന്റേറിയൻ ജോൺ ബിട്ടാസ്, അദ്ദേഹം ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രത്തിനും കൈരളിയുടെ ഒക്കെ ഹെഡായിരുന്നു. ബേസിക്കലി ബേസ് ജേർണലിസം അറിയാത്ത ഒരാൾ. എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഒരു റിപ്പോർട്ടാജ്, അതായത് സ്റ്റോറീസ്, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ചെയ്ത ഒരാളാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഈ പബ്ലിക് ഡൊമൈനിൽ. അദ്ദേഹം അതിനെപ്പറ്റി പറയുന്ന മെമ്പർ ഓഫ് പാർലമെന്റ്, സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നു. ചില ആൾക്കാർ തെഹൽക്കയുമായി ബന്ധപ്പെട്ട് 2007 നവംബറിൽ ആ ഇഷ്യൂവിനെ പറ്റി വീഡിയോകൾ വരുന്നു, ന്യൂസ് ചാനലുകൾ വരുന്നു. അപ്പം അവർക്ക് വേണ്ടിയും കൂടാണ് ഇത് കാണുന്ന പല ആൾക്കാർക്കും ഈ തെഹൽക്ക എന്താണ് നരോദ പാട്ടിയ ഇഷ്യൂ. അപ്പൊ ബാബു ബജറാങ്കി, അതേപോലെ മറ്റ് പല ആൾക്കാർ, ഇൻക്ലൂഡിങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അന്നവിടെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. അപ്പൊ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തെഹൽക്കയുമായിട്ടും അതിന്റെ മാനേജ്മെന്റുമായിട്ടും എൻ്റെ അത്രയും ബന്ധമുള്ള ഒരൊറ്റ മലയാളികളില്ല ഇന്ന് വരെ. ഞാൻ മാത്രമേ ഉള്ളൂ. ചുമ്മാ ഈ പറയുന്നതാണ്. അവരൊക്കെ അതിൻ്റെ അത് ജോലി ചെയ്തു എന്നല്ലാതെ ഇവരൊന്നും മാനേജ്മെന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. അവര് അവിടുത്തെ റിപ്പോർട്ടറായിട്ടും സബ് എഡിറ്ററായിട്ടും കോപ്പി എഡിറ്ററായിട്ടും ഒക്കെ ജോലി ചെയ്തു. ചില ആൾക്കാർ കേരളത്തിന്റെ ബ്യൂറോയിലായിരുന്നു, മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു എന്നല്ലാതെ ഇവർക്കൊന്നും മാനേജ്മെന്റിന് അകത്ത് നടക്കുന്ന സംഭവങ്ങളും ഒരു പുല്ലും അറിയത്തില്ല. കാരണം തെഹൽക്കയുടെ ഫൗണ്ടറാണ് ഞാൻ, ഫൗണ്ടിങ് മെമ്പറാണ് ഞാൻ. 2000 മാച്ച് ഫിക്സിങ്ങിനോട് കൂടി എന്നെ ഈ തരുൺ തേജ്പാൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ 3 ഡയറക്ടേഴ്സ് ഉണ്ട്. തരുൺ തേജ്പാൽ, അനിരുദ്ധ് ബഹൽ, പിന്നീട് മിൻഡി തേജ്പാൽ, തരുണിന്റെ അനിയൻ. ഇവരാണ് 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതിനകത്ത് അന്ന് പണം ഇട്ടത് ശങ്കർ ശർമ്മയായിരുന്നു. ഫസ്റ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറാണ്. അയാളുടെ ഭാര്യ ദേവീന വർമ്മ. ശങ്കർ ശർമ്മയും ദേവീന ശർമ്മയും ഇവര് അഹമ്മദാബാദ് IIM എന്നുള്ളവരാണ്. ബേസിക്കലി ഒരു ചണ്ഡീഗഡുകാരൻ, തരുണിന്റെ അടുപ്പക്കാരൻ. അതിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. അതാന്നിട്ട് ബോർഡിലുണ്ടായിരുന്നത് BS നൈപോൾ, നോബൽ പ്രൈസ് വിന്നർ, ഇന്ത്യയുടെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് കുഷ്വന്ത് സിംഗ്, സിനിമാക്കാരനായ അമിതാഭ് ബച്ചൻ. അവിടെ ഞാൻ ഒരു സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് എൻ്റെ സാലറി അന്ന് ഏകദേശം സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്ന 2000 25,000 രൂപയായിരുന്നു. ഞാൻ ഓൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, നിങ്ങൾക്ക് എപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന അനിരുദ്ധ് ബഹലിന്, പുള്ളിയാണ് എൻ്റെ എഡിറ്റർ. പുള്ളി എൻ്റെ വൺ ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡറാണ്. ഏറ്റവും തരുൺ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡർ അനിരുദ്ധിനാണ്, അനിരുദ്ധ് ബഹൽ. പുള്ളിയാണ് എന്നെ, പുള്ളിയുടെ വളരെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. ഈ മാച്ച് ഫിക്സിങ് കഴിഞ്ഞിട്ട് മറ്റുള്ള സ്പെഷ്യൽ സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഡെയിലി റിപ്പോർട്ടിംഗ് ഒന്നുമില്ല. അപ്പം ഞാൻ ഈ ഓപ്പറേഷൻ ബെസ്റ്റിൻ്റെ തുടങ്ങിയ ശേഷം ഇടയ്ക്ക് ഞാൻ സ്പെഷ്യൽ സ്റ്റോറീസും ചെയ്യും. അതായത് സ്റ്റിംഗ് ഓപ്പറേഷൻ. അതിൻ്റെ കൂടെ നേരത്തുള്ള മാച്ച് ഫിക്സിങ്ങിൽ ഞാൻ പുള്ളിയുടെ പാർട്ടായിരുന്നു. അപ്പം എനിക്ക് അതിനകത്ത് സ്പെഷ്യൽ പവറുണ്ട്. എനിക്ക് ഒരു പ്രത്യേക ക്യാബിനുണ്ട്, ഒരു സ്പെഷ്യൽ പ്രത്യേക ലേഖകന് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് അതിനൊരു 250 ജോലിക്കാരുണ്ട്, ജേർണലിസ്റ്റും എല്ലാം കൂടെ. ഒരു സ്പെഷ്യൽ ക്യാബിൻ തരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മാനേജ്മെന്റിന് എന്നോട് എത്രമാത്രം ബഹുമാനമാണെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് മാരുതി എസ്റ്റീം കാറുണ്ട്, ബ്ലൂ കാർ. 2 ഡ്രൈവർമാരെ അത് ഫുൾ ടൈം, കാരണം ഞാൻ രാത്രിയും പകലോ ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഇഷ്യൂ ഒക്കെ ആയി, അപ്പോൾ അവിടുത്തെ സാലറി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബോസ്, അതായത് അനിരുദ്ധ് ബഹൽ പറഞ്ഞു, അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്റേഴ്സിനേക്കാളും സാലറി ആണ് നിന്റെ കൂടുതൽ. അത് ഞാൻ പറയുന്നില്ല എത്ര. അപ്പം അതിൻ്റെ ഏറ്റവും പാർട്ട് ആൻഡ് പാർസലാണ് ഞാൻ അവിടെ ഒരു 7-8 പേർക്ക് ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മലയാളിയായ ജോണി ML, അന്ന് അദ്ദേഹം ഈ വേറെ ഏതോ പത്രത്തിലൊക്കെ ആയിരുന്നു, ജോലി വേണമെന്ന് പറഞ്ഞു. അതേപോലെ പിന്നീട് അദ്ദേഹം തെഹൽക്കയുടെ ആർട്ട് കറസ്പോണ്ടന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ കേൾക്കും. കാരണം ഞാനാണ് ഈ സാധനത്തെ ബിൽഡപ്പ് ചെയ്യുന്നത്. ഞാൻ ചെറിയ പോസ്റ്റ്, പക്ഷെ ബിൽഡപ്പ് ചെയ്യുന്നത് ഞാനാണ്. അതതിൻ്റെ കാര്യം.
അപ്പൊ അതിനുശേഷം ഞാൻ 2003 റിസൈൻ ചെയ്യുന്നു. അനിരുദ്ധ് ബെഹ്ൽ പറയുന്നത് റിസൈൻ ചെയ്യുക, അദ്ദേഹം കോബ്ര പോസ്റ്റ് തുടങ്ങാൻ പോവുക. എന്നെ നല്ല സാലറിയിൽ കോബ്ര പോസ്റ്റിൽ പോകുന്നു. പിന്നീട് അവിടെ നിന്ന് എനിക്ക് ചെറിയൊരു കാര്യത്തിൻ്റെ പേര് ഞങ്ങളൊരു ഉടക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഇന്ത്യ ടുഡേ പോവുക. ഇതാണ് എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പം 2007 ഈ റൈറ്റ് എല്ലാം കൂടെ കഴിഞ്ഞ് 2002 റൈറ്റ് നടക്കുന്നത്. അപ്പം അതിനുശേഷം ആ സമയത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി. 2007 ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ആ സമയത്ത് മാഗസിൻ തുടങ്ങി. എനിക്കിത് 2004 2005 മാഗസിൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ മാഗസിൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും തരുൺ എന്നെ ഫോൺ ചെയ്യുന്നു. അതായത് തരുൺ തേജ്പാൽ, നീ ഒന്ന് ഓഫീസ് വരെ വരണമെന്ന് പറയുന്നു. ആ സമയത്ത് D1 സ്വാമിനഗർ പഞ്ച്ശീൽ പാർക്കിൽ നിന്ന് ഓഫീസ് മാറ്റിയിട്ട് പഞ്ച്ശീൽ പാർക്കിൽ വേറെ ഓഫീസ് എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നു. ഈ അഡ്രസ്സിൽ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ അഡ്രസ്സിൽ പോകുമ്പോൾ ആ ഓഫീസ് എന്ന് പറയും പിന്നീട് അകത്ത് കയറി കഴിയുമ്പോൾ എന്നെ ഒരാളെ പരിചയപ്പെടുത്താം എന്ന് പറയുന്നു. അപ്പൊ എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്ന ഞാൻ മീറ്റ് ചെയ്യുന്നത് ശങ്കർ സിംഗ് ബഘേലയാണ്. അതായത് മോദിയുടെ ബദ്ധശത്രു, ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി. നിങ്ങളെല്ലാം റിയാലിറ്റി മനസ്സിലാക്കണം. ഇതിനകത്ത് എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ആൾക്കാരോട് പോയി ചോദിക്കുക, തരുൺ ജീവിച്ചിരിപ്പുണ്ട്, ഈ സ്ഥലം അവിടുണ്ട്, ശങ്കർ സിംഗ് ബഘേലയുണ്ട്, ആശിഷ് ഖേദനുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഈ ശങ്കർ സിംഗ് ബഘേല എന്നോട് പറയാം തെഹൽക്കയിൽ റീജോയിൻ ചെയ്യണം. ഞാനത് റെഫ്യൂസ് ചെയ്തു. വലിയ ശമ്പളമാണ് ഓഫർ ചെയ്യും. നിങ്ങൾ മലയാളികൾ ഉദ്ദേശിക്കുന്ന ജേർണലിസ്റ്റ് ശമ്പളമൊന്നുമല്ല. അതായത് എൻ്റെ ശമ്പളത്തിന് ഇത്ര ശതമാനം അവർ ഓഫർ ശങ്കർ സിംഗ് ബഘേല നേരിട്ട് തരും. പിടികിട്ടിയല്ല. അപ്പോൾ അവർക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്നോട് പറയുന്നില്ല എന്തുവാണ്, പക്ഷെ എന്നെ അവർക്ക് വേണം. ഞാനത് സ്റ്റേറ്റ് അവേ റെഫ്യൂസ് ചെയ്തു. ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ 2007 ഈ സംഭവം ഈ മോദിക്കെതിരെ, അതായത് മോദിയുടെ ബദ്ധശത്രുവാണ് ശങ്കർ സിംഗ് ബഘേല. അപ്പൊ ശങ്കർ സിംഗ് ബഘേലയാണ് ഈ പറയുന്ന തെഹൽക്കയുടെ മാഗസിൻ ലോഞ്ച് ചെയ്യാൻ പണം കൊടുത്തത് എന്നാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ടവർ അറിയാൻ സാധിക്കുന്നത്. ഈ സമയത്തൊന്നും ഞാൻ തെഹൽക്ക ഞാൻ വിട്ടു. ഞാൻ വേറെ ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക. കാരണം തെഹൽക്ക മറ്റ് കേസുകളൊക്കെ വേളം നടക്കുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നു. 1-2 ഭാഗത്ത് ഫ്രീലാൻസിങ് പരിപാടിയായിട്ട് കൺസൾട്ടൻസി ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പം ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആശിഷ് ഖേദൻ നടത്തിയ ആ സ്റ്റിംഗ് ഓപ്പറേഷൻ സത്യമാണ്, 100% സത്യമാണ്. ആ ടോപ്പിക്കിൽ ബാബു ബജറാംഗി നരോട്ട പാട്ടിയ ഈ സംഭവം അയാൾ പറയുന്ന സംഭവങ്ങൾ മുഴുവനും സത്യമാണ്. ഇത്ര പേരെ ഈ സംഭവം ഇതൊക്കെ കറക്റ്റാണ്. അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഫോറൻസിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് മുഴുവനും ട്രയൽ കോർട്ട് വിധി വന്നു. ഇതൊക്കെ സത്യമാണ്. പക്ഷെ കോടതി പറഞ്ഞതും ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ പറയുന്ന സുഡാപ്പികൾ പറയുന്ന, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന, കോൺഗ്രസ്സുകാർ പറയുന്നൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ബാബു ബജരാംഗി പറയുന്നു, ഞാൻ ഇവരെ കൊല്ലുമ്പോൾ എനിക്ക് സുഖമായിരുന്നു, ഞാൻ ആസ്വദിച്ചു. അതൊക്കെ സത്യമാണ്. കാരണം അയാളുടെ വായിൽ നിന്ന് വരിക കറക്റ്റാണ്. പക്ഷെ അതിനൊക്കെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് കവം. അത് ബ്ലഫ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി പറയാം, വേറൊരാളെ പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, എന്നെ ആ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതൊക്കെ നടത്തിയത്. ഇതാണ് ബ്ലഫ് എന്ന് പറയുന്ന സംഭവം. അതാണ് കോടതി ചോദ്യം ചെയ്തത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എവിഡൻസ് ഇല്ല. ഇയാൾ ഈ പറയുന്നത് വലിയ ആളാകാൻ വേണ്ടി വെച്ചങ്ങ് അടിച്ചങ്ങ് വിട്ടു. ഞാനിതാണ്, എന്നെ അവർ സപ്പോർട്ട് ചെയ്യും, എനിക്കിതറിയാം. അത് അബ്സല്യൂട്ട്ലി നോൺസെൻസ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം. ഇപ്പം നരേന്ദ്രമോദി പറയുന്നുണ്ട് ഈ കലാപം അടിച്ചൊതുക്കി. അതിനകത്ത് എന്താ സത്യം? നസറുദ്ദീൻ ഷായുടെ ജ്യേഷ്ഠൻ, അവിടുത്തെ ജനറൽ ഓഫീസർ കമാൻഡിങ് അവിടെ വന്ന് ഹാൻഡിൽ ചെയ്ത്, അതുപോലെ 48 hours കലാപം അടിച്ചൊതുക്കി. സത്യം അത്. പിന്നെ ഇതിനകത്ത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ ഫാക്ടർ. കാരണം സ്റ്റേറ്റിൻ്റെ ആ മുഖ്യമന്ത്രി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് പോകുന്നത്. എത്രയോ എൻക്വയറികൾ വന്നു, എത്രയോ സുപ്രീം കോർട്ടിൻ്റെ അമിക്കസ് ക്യൂറി, അങ്ങനെ പല ആൾക്കാരും പോയി. ഇവിടൊക്കെ എന്താണ് മോദിയെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയോ?
മോദി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പട്ടാളത്തെ വിളിച്ച് ഫയർ ചെയ്യാൻ പറഞ്ഞു. അതിനകത്ത് മുസ്ലിമാണോ ഹിന്ദു ആണെന്ന് ഫയർ ചെയ്യുക, കാരണം കലാപം ഒതുക്കണം. അത് മാത്രമേ ഉള്ളൂ അവിടുത്തെ നിലപാട്. ഇത്രയും പറഞ്ഞവർ 2000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞവർ എത്ര ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ ചോദിച്ചു? എത്രയോ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. കാരണം പട്ടാളം ഫയർ ചെയ്യുക, പോലീസ് ഫയർ ചെയ്തു. ഇതിനകത്ത് അറിയേണ്ട സംഭവം, അവിടെയുള്ള പോലീസും ഈ പറയുന്ന VHP ആയിട്ടും, കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഗുജറാത്ത് എന്ന് പറയുന്നത് ഹിന്ദു സ്റ്റേറ്റ് ആണ്, ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റാണ്. അവിടെയുള്ള ബന്ധുക്കളിലൊക്കെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പോലീസിലുള്ളത്. അപ്പൊ അവിടെ പോലീസ് ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് പെരുമാറിയില്ല എന്നുള്ള വിമർശനമുണ്ട്. ആ സത്യമാണ്. ഞാൻ ഈ പല ഫാക്ടേഴ്സ് പറഞ്ഞു എന്താണ് പോലീസ് ഇങ്ങനെ പെരുമാറാനുണ്ടായ കാരണം. അപ്പൊ അതുമായിട്ടാണ് ക്ലബ് ചെയ്തു പോകേണ്ടത്. അപ്പൊ മോദി മുഖ്യമന്ത്രി എന്ന നിലയിൽ കലാപകാരികളെ കലാപം ഒതുക്കി, അത് കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ അവിടെ പറഞ്ഞില്ല മുസ്ലിം അപ്പീസ്മെന്റ് എന്നുള്ള വാക്കാരും ഉപയോഗിച്ചില്ല. അത് കറക്റ്റായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം അവിടെ ഇല്ലാതായിപ്പോ. അവിടെ ഹിന്ദുക്കളെ അതിനെ അപ്പീസ് ചെയ്യുന്നു പറഞ്ഞില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കലാപം ഒതുക്കി. ഇതാണ് ഇവിടുത്തെ മീഡിയ എല്ലാം കയറി പിടിച്ചേക്കുന്നത്. ഇനി അടുത്ത കേരളത്തിലെ മീഡിയ, ഇന്ത്യൻ മീഡിയയും ഈ ഇപ്പോഴത്തെ സുഡാപ്പികളൊക്കെ പറയുന്ന ഈ വാജ്പേയിയുടെ അടുത്ത പ്രധാനമന്ത്രിയായ സമയത്ത് തൊട്ടടുത്ത് വാജ്പേയി അടുത്തിരുന്ന് മോദി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. എന്താണ് വാജ്പേയി പറഞ്ഞത്? അതായത് രാജ്യധർമ്മം അത് പാലിച്ചാണ് ഭരണം നടത്തേണ്ടത്. അത് നടത്തി എന്നാണ് എന്റെ വിശ്വാസം. മോദി അടുപ്പിൽപ്പെട്ട്. അപ്പം മോദി എന്താ പറഞ്ഞു? അത് തന്നെയാണ് ഞാൻ നടത്തുന്നത്. ഇതിനകത്ത് വാജ്പേയി ആരെയാ കുറ്റം പറയുന്നത്? ഇത് ആദ്യം പ്രോപ്പറായിട്ട് ഹിന്ദി കേൾക്കുക എന്തോ ഈ പറയുന്നത്. അപ്പം ഇതിനകത്ത് വാജ്പേയി ഒരു കാരണവശാലും ഈ മോദിയെ കുറ്റക്കാരനാക്കുന്നില്ല. അതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ജീവനോടിരുന്ന സമയത്ത് ഭാരതരത്ന കൊടുക്കുന്നത്. എന്താണ് മോദി പറഞ്ഞത്? പാർലമെന്റ് മോദി എന്താ പറഞ്ഞത്? എനിക്ക് നരേന്ദ്രമോദിയെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം എനിക്കുള്ളത് ആ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു കലാപത്തെ ഒതുക്കി. അയാൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കും. ആ വിശ്വാസത്തിൽ ഞാൻ പാർലമെന്റിൽ പറയുന്നു കലാപത്തെ ഒതുക്കി ഗുജറാത്ത് മുഖ്യമന്ത്രി. ഇങ്ങനെ മോദി പറഞ്ഞത്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കുക. ഇതെല്ലാം പിന്നെ വളച്ചൊടിച്ചൊരു ഫേബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ഉണ്ടാകുന്നത്. ബജരാംഗി പറഞ്ഞ സത്യമാണ്. അവിടെ പിന്നെ ബേസിക്കലി ഹിന്ദു കമ്മ്യൂണിറ്റി താണ്ഡവമാടി, ഇവരെ ഒതുക്കി തൊലച്ച് നാശമായി കളഞ്ഞു. ഇതിനുള്ള കാരണങ്ങൾ ഞാൻ പല 2-3 വീഡിയോയിൽ, പഴയ വീഡിയോയിൽ പറയുന്നുണ്ട്. റീസൺ എന്തുവാ? അതിനുശേഷം മനസ്സിലാക്കുക, ഇന്ന് വരെ ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടില്ല. നമ്മൾ 2 വർഷവും നോക്കുക. അല്ലെങ്കിൽ ഗുജറാത്തിൽ ഇടയ്ക്കിടയ്ക്ക് കലാപം ഉണ്ടാകുന്നൊരു സ്റ്റേറ്റ്. എന്തുകൊണ്ട് കലാപം ഇല്ലാതെ? അതോടുകൂടി കലാപം തീർന്നു. പിന്നെ ഗുജറാത്തിൽ ഇന്ന് വരെ കലാപം ഉണ്ടായിട്ടില്ല. കോൺഗ്രസും തീർന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു മദ്യം, കള്ളക്കടത്ത്, അതിൻ്റെ അകത്തെ പണം, രാഷ്ട്രീയക്കാരുടെ പണം, ഇതെല്ലാം ഇതിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നോക്കിക്കാണുന്നവർക്ക് ഈ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ രാജസ്ഥാൻ കലാപം, UP കലാപം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ നോക്കുന്നത്. ഇവിടുത്തെ പത്രങ്ങൾ ബേസിക്കലി അവിടെ പോയി ഗ്രൗണ്ട് റിപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ഈ പോകുന്ന ജേർണലിസ്റ്റിന് നേരെ ചൊവ്വ ഹിന്ദി അറിയത്തില്ല അവർ. കാരണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ടു, ഒരു സ്ത്രീയെ ഒരു ബംഗാളിയോട് തേങ്ങ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിയോ. ഗ്രൗണ്ട് റിപ്പോർട്ട് അറിയണമെങ്കിൽ നല്ലപോലെ ഹിന്ദി അറിയണം. ഹിന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിക്കുന്നത് എന്തുവാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാള പത്രങ്ങൾ ചില പത്രങ്ങൾക്ക് അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റി അല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പോരായ്മ അതൊക്കെ വെച്ച് ഇവിടുത്തെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തീവ്ര ശ്രമമാണ്. എന്നല്ലാതെ ബാബു ബജരാംഗിയുടെ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. അയാളുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അയാൾ പറഞ്ഞത്, അയാൾ മോദിയെ പറയുന്ന കാര്യം അതിന് തെളിവൊന്നുമില്ല. അതാണ് കോടതിയും പറഞ്ഞത്, സുപ്രീം കോർട്ടും പറഞ്ഞ്. ഇത് തെളിവുള്ളത്? തെളിവില്ല. ആ തെളിവില്ലാത്തതിൻ്റെ കാര്യം എന്ത്? കാരണം ബ്ലഫ് പറഞ്ഞേക്കുക.
കാരണം അവിടെയാണ് പോലീസ് ഫയർ ചെയ്തേക്കുന്നത്. ഇതുമായിട്ട് എങ്ങനെ യോജിച്ചു പോകാൻ പറ്റും? ഇപ്പം യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പീസ് എടുത്തിട്ട് ഇതാണ് സംഭവം എന്ന് പറയുന്ന മലയാളം മീഡിയയുടെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന് കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ് ഈ കപടതയും കള്ളത്തിനും ഓരോന്നായിട്ട് പൊളിയുന്നത്. അതിന് ഉറപ്പായിട്ട് ഇതിന് അറുതി ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.